മീന 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 ഇതിനകത്ത് നിറച്ച് മുള്ളാണ്. വരഞ്ഞേക്കുന്നതിന്റെ ഇടയ്ക്കൂടെ എല്ലാം നന്നായിട്ട് മസാല തേ. ഇതെന്താന്നല്ലേ, ഇതാണ് ഗഫ് കേട്ടോ. ഗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്നൊക്കെ വലിയ മീനിനെ പിടിക്കുമ്പോഴേക്കും നമുക്ക് ഇതില്ലാതെ കല്ലിനിടയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും വലിയ മീനാണ്. പക്ഷേ കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിപ്പോൾ ഉള്ളത് ചെല്ലാന ഹാർബറിലാണ്. ചെല്ലാന ഹാർബറിന്റെ പുലിമുട്ടയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ പുറകെ കാണുന്നതാണ് ഹാർബർ കേട്ടോ. ഇപ്പൊ ഒത്തിരി വള്ളങ്ങളൊക്കെ അവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല രസമാണ് രാവിലെ ഇവിടെ വന്നിരിക്കാനായിട്ട്. സമയം ഏകദേശം 7:30. നമ്മൾ ഇച്ചിരി താമസിച്ചു പോയി. നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഞാനും ഉണ്ട്, എന്റെ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എന്തെങ്കിലും മീൻ കിട്ടുമോ നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് പെന്നിന്റെ ഡെറ്റനേറ്റർ എന്ന് പറഞ്ഞ റോഡാണ്. 8 ഫീറ്റ്. ഇതിന് ഏകദേശം 5500 എന്തോ ആണ് പ്രൈസ്. അതുപോലെ തന്നെ ഷിമാനോ സെഡോണ C5000 XD ആണ് നമ്മുടെ റീല്. ഇതിനും ഏകദേശം 5500 എങ്ങാണ്ടാണ് പ്രൈസ്. നമ്മൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മോമോയുടെ ബ്രൈഡഡ് ജിഗ് ലൈൻ ആണ്. 0.24 mm 50 LB. അപ്പൊ നമുക്ക് കറുപ്പോ ചെമ്പല്ലിയോ കാളാഞ്ചിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഒത്തിരി കയറ്റിയിടല്ലേ. മീന മീന മീന. അയ്യോ, കിട്ടുപോയി. അച്ഛന്മാരെ, അപ്പൊ നമ്മുടെ സീമാന്റെ ലൂറയിൽ ആദ്യത്തെ മീൻ മിസ്സായിരിക്കണം കേട്ടോ. കല്ലിനിടയിൽ കയറിപ്പോയതാണ്. നമ്മുടെ ഹുക്കിന്റെ ഒക്കെ പരുവം കണ്ടല്ലോ. പക്ഷേ ഹുക്കപ്പായിരുന്നു. എന്തായാലും നമുക്ക് ഹോപ്പായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് നമ്മൾ ഏതിൻ്റെ ഷാഡാണ് ഉപയോഗിക്കുന്നത്. ഷാഡ് ഞാൻ സീമൻ്റെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ ഒത്തിരി നല്ല ബ്രാൻഡുകളുണ്ട്, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സീമനാണ്. കാരണം നല്ല ക്വാളിറ്റിയാണ്. ഈ പറഞ്ഞ വലിയ പ്രൈസ് ഒന്നുമില്ല. ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജ ഇല്ല. ചെറുതാ.
ഇത് നമ്മുടെ ഗ്രൂപ്പർ എന്ന് പറയും. ഗ്രൂപ്പർ. അപ്പൊ എന്താണ് നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ട് നമ്മുടെ ചെല്ലാന സൈഡിലൊക്കെ കറൂപ്പ് എന്ന് പറയും. എനിക്ക് തോന്നുന്നത് കൊല്ലത്തും നമ്മുടെ തിരുവനന്തപുരം സൈഡിലേക്ക് അഴുകക്കോര എന്ന് പറഞ്ഞ സാധനം. ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന മീനാണ്. അപ്പൊ ഇത് ഏകദേശം 750 ഗ്രാം കാണും കേട്ടോ. അപ്പൊ അടിച്ച ലൂറ് കണ്ടല്ലോ, നമ്മുടെ സീമെന്റ് ഷാഡാണ് ഇത്. 4 ഇഞ്ച് സൈസ് ഷാഡാണ് കേട്ടോ. അപ്പം ഇതിൽ വരുന്ന ജിഹെഡും സീമെന്റ് തന്നെയാണ്. ഈ ജിഹെഡിന്റെ പ്രത്യേകത നിങ്ങളിപ്പോ ഞാൻ കാശ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ്, നമുക്ക് ഒരു പ്രാവശ്യം പോലും ഉടക്കിയിട്ടില്ല. കാര്യം ഇത് വീഡ്ലെസ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പ് ഹുക്കാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഈ കറൂപ്പിന്റെ ഒക്കെ തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, അതിന്റെ മുള്ളും നല്ലതാണ് കേട്ടോ. കയ്യെ കയറി കുഴപ്പമില്ല. ഞാൻ ഗ്രിപ്പറും കാര്യങ്ങളൊന്നും എടുത്തില്ല, മറന്നുപോയി. അത് നമ്മുടെ വേറെ ബാഗിനകത്തായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ തലേന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തലയാ. അത് തുളച്ച് നമ്മുടെ ഹുക്ക് ഇപ്പറ വന്നിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ഹുക്കാണ് കേട്ടോ. അതുപോലെ നമ്മൾ വെയിങ് മെഷീനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെ തൂക്കി നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ മീനിന് വൃത്തിയായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഈ മീൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ വായ്ക്ക് നല്ല വലുപ്പമാണ്. ഇത് കണ്ടോ, ഈ മീൻ ഇത്ര ചെറുതാണെങ്കിൽ പോലും ഇതിന്റെ വായ്ക്ക് നല്ല വലുപ്പമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നിറച്ച് പല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ മീനുകളെയും ഞണ്ടിനെയും അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇത് കൂടുതൽ കഴിക്കുന്നത്. അല്ലെങ്കിൽ ചെമ്മീൻ. ഇവന് ഈ കുഞ്ഞു ഷാഡൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഷാഡിന് നല്ല റിസൾട്ട് ഉണ്ട്. 3ാമത്തെ സ്ട്രൈക്കാണ്. പിന്നെ അമ്മയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഫിന്നൊക്കെ കണ്ടോ, നല്ല വലുപ്പമുള്ള ഫിന്നും അതുപോലെ തന്നെ മേളിൽ നിറച്ച് മുള്ളും. അതുപോലെ തന്നെ ഇതിന്റെ ടെയിലൊക്കെ നോക്കുവാണെങ്കിൽ ടെയിലിനൊക്കെ നല്ല വലുപ്പമുണ്ട്. അപ്പൊ നല്ല ഭംഗിയുള്ള മീനാണ്. ഇവിടെ ഒരു മുള്ളുണ്ട്. പിന്നെ ഇവന്മാരുടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇവന്മാരുടെ ചെകിളക്കകത്ത് നിറച്ച്, ഇപ്പൊ നിങ്ങൾ ചെകിള നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നിറച്ച് മുള്ളാണ്. അതായത് ഇവന്മാര് കഴിക്കുന്ന മീനിനെ ചെകിളയിലിട്ട് 2 പ്രാവശ്യം ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാര് അടിപൊളിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇവന്മാരുടെ ഒക്കെ പ്രത്യേകത. എന്താണ് നല്ല ഭംഗിയില്ല കാണാനായിട്ട്, നല്ല ചാര നിറത്തില് ചെറിയ ഡോട്ട്സ് ഒക്കെ. അപ്പൊ എന്താണ് ഇതിനു മുമ്പ് നമ്മൾ കറുപ്പ് പിടിച്ച് നമ്മൾ മുംബൈയിൽ വെച്ചായിരുന്നു. ചേട്ടനുണ്ടായത് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളൊരു ദിവസം രത്നഗിരി അല്ല അലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മളൊരു കറുപ്പിനെ പിടിച്ച് നമ്മൾ അവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൂറും ഷാഡും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഈ സാധനം അവൈലബിൾ ആണ്. ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എനിക്കെന്റെ കൈ വിട്ട് പിടിക്കാൻ പറ്റുന്നേ, അവൻ ചാടുപോലും ചെയ്തേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് മീൻ അടിച്ച ഷാഡ്. അപ്പൊ ഈ ഷാഡ് ഇതിപ്പോ ഞാൻ മീൻ അടിച്ചത് അല്ലാത്ത പറഞ്ഞ എടുത്ത് കാണിച്ചു തരാം. ഡീസൽ മിനോസ് ആണ്. സീമന്റെ സൈസ് 4 ആണ്. നമ്മൾ ഉപയോഗിക്കാത്തൊരു ഷാഡാണ്. ഈ ഷാഡിന്റെ പ്രത്യേകത അറിയാനായിട്ട് ഇതുണ്ടോ, ഇത് പിടിക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കര തെന്നുന്ന സാധനമാണ് കേട്ടോ. അത് ആ മെറ്റീരിയലിന്റെ ആണ്. അത് അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ഇതുണ്ടോ, ഇതാണ് ഷാഡിന്റെ ക്വാളിറ്റി. ഒരു രണ്ടടി. ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊക്കെ കണ്ടിട്ടുണ്ടോ, ഇവിടെ ഇത്രയും വണ്ണമുള്ളൂ, ഇത് പൊട്ടിപ്പോകേണ്ട സാധനമാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതുണ്ടോ, ഇനിയുണ്ട്. ഏകദേശം ഒരു 2 അടി വരെ ഷാഡ് നന്നായിട്ട് ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ. അപ്പം 1 മീനോ 2 മീനോ, അപ്പൊ ചെമ്പല്ലിയോ കറുപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ പല്ല് കൊണ്ട് ഷാഡ് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഷാഡ് പൊട്ടിപ്പോകും. നോർമലി അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവരുടെ ഷാഡ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അത് ഉറപ്പാണ്. അതിപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പൊ നമുക്കിനി വേറെ എന്തെങ്കിലും കിട്ടും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ചൂണ്ടയിട്ടു. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. നല്ല വെയിലായി കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മടുത്തു. നേരെ തിരിച്ചിനി വീട്ടിൽ ചെന്നിട്ട് മമ്മിയുടെ റിയാക്ഷൻ എന്താന്ന് നോക്കാം. ഉണക്കപ്പാമ്പാടാ ഇതിനകത്ത് എന്നാ മീനായിരിക്കും? പെട്ടെന്ന് പറ, നീ കാണാതെ നോക്കിട്ടോ. ആ മമ്മി കണ്ടോ? പിന്നെ കാണാൻ എങ്ങനെ പറഞ്ഞേ? ചുമ്മാ ഗസ് അടിച്ചു. നീയോ? ആകപ്പാടെ ഒരു പേര് അറിയാം. ഓപ്പൺ ആക്കോ നീ. ഒത്തിരി വലുതൊന്നുമല്ല. താട്ടിട്ട്. ആ നമുക്കൊത്തിരി വലുതാണ്. നമുക്ക് എല്ലാവർക്കും പഠിച്ചാൽ മതി. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ?
അപ്പൊ നമ്മള് മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ എന്നെ പറയുന്ന ഞാൻ പലപ്പോഴും മറന്നു. മമ്മി ഓർപ്പിക്കുന്നുണ്ട്, മമ്മിയാണ് ഓർപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണെന്ന് അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ദേ ഒരു നാരങ്ങ കട്ട് ചെയ്തതിന് ശേഷം നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. അപ്പൊ അത് തുറന്നപ്പോ തന്നെ നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കത് നമ്മുടെ മസാല എടുത്ത് മീനയിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ആ വരഞ്ഞേക്കുന്നതിന്റെ ഇടയ്ക്കൂടെ എല്ലാം നന്നായിട്ട് മസാല ഇതുണ്ടോ ഇതുപോലെ അങ്ങോട്ട് തേച്ചങ്ങ് വെക്കുക. മസാലയ്ക്ക് നല്ല മണമാണ് കേട്ടോ, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കൂടുതൽ എനിക്ക് ശരിക്കും കൊതി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടേ പിന്നെ ആർക്കാണ് കൊതി വരാതിരിക്കുന്നത്? എനിക്ക് അടിപൊളി. മീനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞത്, പക്ഷെ ഗ്രില്ല് ചെയ്യേണ്ട തീരുമാനം നമ്മൾ മാറ്റി കേട്ടോ. അല്ലെ മീൻ അതിന്റെ കാര്യം എന്താ, എല്ലാവർക്കും മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഒരു 45-50 മിനിറ്റ് മീൻ ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുളത്തിന്റെ കരക്കിരുന്നാണ്. കാരണം നമ്മൾ ആ കുളം ഉണ്ടാക്കിയതിന്റെ പർപ്പസ് തന്നെ അതാണ്. എല്ലാവരും ഒക്കെ ആയിട്ടിരുന്ന് കുറച്ചൊരു വർത്താനൊക്കെ പറഞ്ഞു, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് എന്താ 50 മിനിറ്റ് ഇത് പിടിക്കട്ടെ കേട്ടോ. അപ്പൊ കണ്ടല്ലോ നമ്മുടെ മീനയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നമ്മളിന്ന് മീനിനെ കുളത്തിന്റെ സൈഡിൽ കുക്ക് ചെയ്യാൻ പോയി ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇത്രയും പേർക്ക് കഴിക്കാനുള്ള മീനൊന്നും ഇല്ല. ആരെങ്കിലും മീൻ നേരിട്ട് കണ്ടായിരുന്നോ? ഇതാണ് നമ്മുടെ മീൻ. നേരിട്ട് കാണിക്കാൻ പറ്റിയ കോലം അല്ലേ? അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇവനെ ആരെങ്കിലും പിടിച്ച് ഇതിനാശം പിടിച്ച് നമ്മുടെ കോഴിക്കാരപ്പൊക്കെ ഇത് കണ്ടിപ്പോ സങ്കടപ്പെടുവായിരിക്കും. ഇങ്ങോട്ട് കണ്ടോ, ദൈവന്മാർ തീറ്റ നോക്കി ചട്ടി കറണ്ട്. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കത് നമ്മുടെ പാൻ എടുത്ത് വെക്കാം. പുതിയ പാനല്ലേ, ഒത്തിരി വീഡിയോക്ക് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പാൻ മേടിച്ചു കൊടുക്കാം മമ്മിക്ക്. അപ്പൊ നമ്മുടെ പുതിയ മരം ഒക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അമ്മി കറിവേപ്പില എവിടെയാ? അതാണോ കറിവേപ്പില? ഓക്കെ, അപ്പൊ നമ്മുടെ പാൻ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിത് കുറച്ച് എണ്ണ ഒഴിക്കുവാണ്. കുറച്ചല്ല, അത്യാവശ്യം ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മുടെ കറിവേപ്പില എവിടെ? കറിവേപ്പില നമ്മുടെ ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ. കേട്ടോ അതൊക്കെ അമ്മ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. അടിപൊളി. അമ്മ എത്ര നേരം വേണം മീൻ ഫ്രൈ ആവാനായിട്ട്? നമ്മൾ പതുക്കെയാണ് കേട്ടോ മീനെ ഫ്രൈ ചെയ്യുന്നത്. കണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ടാ അമ്മ ഓപ്പൺ എയർ കുക്ക് ചെയ്യുന്നത് എല്ലാവരും കൂടെ അല്ലേ? നമ്മൾ ആദ്യമായിട്ടാ. നമ്മുടെ മീൻ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ പയ്യെ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും കാപ്പി കുടിച്ചോണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ കാപ്പി കുടിച്ച് കഴിയുമ്പോഴേക്കും മീൻ ഫ്രൈ ആയി കഴിയും. അപ്പൊ നമ്മുടെ മീൻ ഫ്രൈ ആയി നോക്കാം. അപ്പൊ ദേ ഇവളുടെ ചാനലുണ്ട് കേട്ടോ, ഇവളുടെ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കയറി ചെക്ക് ചെയ്യാൻ മതി. ഇതുപോലത്തെ പാട്ടൊക്കെയാണ് അവള് പാടുന്നത്, ചുമ്മാ സിമ്പിൾ ആയിട്ട് പാട്ടൊക്കെ പാടുന്നു. അപ്പൊ നമുക്ക് എന്തായാലും മീൻ മറിച്ചിടാം കേട്ടോ. നമ്മൾ ഇതിനെ നന്നായിട്ട് മൊരിയുന്ന പോലെ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇവനെ ഒരു ഷാലോ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മറിക്കാണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ, കാരണം ഇതിലെ ദശ വിട്ടു പോകാതെ മറിയണമെങ്കിൽ ഒരു ഇച്ചിരി ചടങ്ങാണ്. പക്ഷേ മമ്മി അത് നന്നായിട്ട് തന്നെ ചെയ്യും കേട്ടോ, എനിക്കറിയാം. മമ്മിയൊക്കെ ഞാൻ നമ്മുടെ കോഴിക്കാർപ്പൊക്കെ സൈഡിൽ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് പപ്പ തീറ്റ കൊടുത്തേക്കുവാണ്. പെർഫെക്റ്റ് മമ്മി, കമോൺ. അടിപൊളി.
മമ്മി ഇത്ര ഫ്രൈ ആയാൽ മതി, ഇതിൽ കൂടുതൽ ഫ്രൈ ആകാൻ പാടില്ല. അല്ല അങ്ങനെയല്ല, ഒരു സൈഡ് എത്ര ഫ്രൈ ആയാൽ മതി. അപ്പൊ നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവനെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇല്ല, വെള്ളത്തിൽ പോകത്തില്ല. ആഹാ, ആദ്യം ആരാ ടേസ്റ്റ് ചെയ്യണേ? ഫസ്റ്റ് അപ്പഴാ ടേസ്റ്റ് ചെയ്യണേ? നിങ്ങൾ എല്ലാരും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആദ്യമായിട്ട് കുഴപ്പമില്ല. ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഓക്കെ, നെക്സ്റ്റ്. അതൊരു യമണ്ടം പീസാണ് കേട്ടോ. ചൂടുണ്ടോടി? ആണോ? അവിടെ കുഞ്ഞപ്പൻ അടിപൊളി. ഞാൻ മാത്രം കഴിച്ചില്ല, മൂന്നാമത്തെ പ്രാവശ്യം. അടിപൊളിയാ ആന്റി? സൂപ്പർ. അങ്കിൾ കഴിച്ചോ? അങ്കിളെ അങ്ങനെയുണ്ട്? നല്ലതാണോ? ഞാൻ പറയാം, എടുക്കട്ടെ. എടുത്തില്ല. താടിയൊന്നും എടുക്കുന്ന ദിനാജൻ പറയാം. എങ്ങനെയുണ്ട്? കുഞ്ഞപ്പ എല്ലാരും പറഞ്ഞു. മമ്മി കഴിച്ചോ? അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കുവാണ്. ആ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം ടേസ്റ്റ് അടിപൊളിയായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ. ഒന്നും പറയാനില്ല. കാര്യം ഞാൻ പറഞ്ഞു ഞാൻ മീൻ തീരും. മറ്റേ തീർന്നു. അപ്പൊ കണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഗ്രൂപ്പറിനെയൊക്കെ എല്ലാവരും കൂടെ കൊടുത്ത് കഴിച്ച് തീർക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ചൊവ്വാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കേട്ടോ. അങ്ങോട്ട് ഉരുട്ടി മറിക്കേ. മരിച്ചോണ്ട് പോവാണ്, പക്ഷെ ഒത്തിരി കുറവാ. ഇതെടുത്താ കുഴപ്പമുണ്ടോ? എനിക്ക് കണ്ടു സൂപ്പറാ. ഞാൻ പാടി കഴിഞ്ഞാൽ നിന്റെ ചാനലിൽ ഒരു ക്ഷീണ ഞാൻ പാടി കഴിഞ്ഞാൽ. ഒരു കപ്പ മന്തി എടുത്താലോ? അയ്യോ മഴയെല്ലാം നദിക്കാലോ. പാട്. എന്റെ അയ്യോ, ജസ്റ്റ് മിണ്ടല്ലേ. ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. കാണിക്കോ? വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് മാത്രമേ പൊസിഷൻ കിട്ടിയുള്ളൂ. ഒരു സെക്കൻഡ്. നിങ്ങളെല്ലാം കഴിച്ചോ? ഒന്നും മിണ്ടായിരുന്നോ? മതിയേ. എടാ ഒത്തിരി ദൂരെ പോലെ. പേടിയുണ്ടോ? പേടിയുണ്ട്, പക്ഷെ അടിയൊന്നും ഇല്ലാത്ത. ഇവിടെ ഇപ്പൊ എന്തോരം താഴ്ച വെള്ളം കാണുമറിയോ?